ക്ഷമ ഇനി പോരുന്നേ വേഗം പോര്. ഇനി ഞാൻ കൊണ്ടുപോകില്ല. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ട്രിപ്പ് പോരുന്നോ? ഞാൻ പോരുന്നില്ല കേട്ടോ മോനെ. ഉറപ്പിച്ചോ? കാണാൻ വലിയ വീട് എന്തുണ്ട്? 24 മണിക്കൂറിനുള്ളിലാണ് ഈ ബെഡ്ഷീറ്റിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. അപ്പൊ നമ്മളെങ്ങാനും ഫ്ലൈറ്റിലെങ്ങാനും ആയി പോയിക്കാണ് ഒരു വിളിച്ചാൽ കിട്ടൂലല്ല. ഞാനില്ല. അപ്പൊ സോഫ്റ്റ്വെയർ ഗ്രൂപ്പിന്റെ അടുത്ത നറുക്കെടുപ്പ് ഈ 24 മണിക്കൂറിനുള്ളിൽ നടക്കുക കേട്ടോ. അപ്പൊ ബെഡ്ഷീറ്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് വാങ്ങിക്കോളൂ. പിന്നെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കൂപ്പൺ അല്ല. 1699 രൂപന്റെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് 1000 രൂപക്കാണ്. കൂപ്പൺ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ടാണ്. അപ്പൊ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് 30 സ്വർണ്ണമാണ്. അപ്പൊ ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റ് ഒന്നും പോകട്ടോ, വെറും 15 ബെഡ്ഷീറ്റ് പോയാൽ മാത്രം മതി. അപ്പൊ രണ്ടാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷിഫ്റ്റ് കാറാണ്. മൂന്നാം സമ്മാനമായിട്ട് വരുന്നത് 5 ഇലക്ട്രിക് സ്കൂട്ടിയാണ്. നാലാം സമ്മാനമായിട്ട് വരുന്നത് 5 പേർക്ക് ഐഫോൺ. 5ാം സമ്മാനം 5 AC, 6ാം സമ്മാനം 10 വാഷിംഗ് മെഷീൻ, 7ാം സമ്മാനം 10 ഫ്രിഡ്ജ്. അത് മാത്രമല്ല, പിന്നെ 100 പേർക്ക് ഡയമണ്ടിന്റെ റിങ്ങും കൊടുക്കുന്നുണ്ട്. അതിൽ 5 പേർക്കുള്ള ഡയമണ്ടിന്റെ റിങ് ഓൾറെഡി കൊടുത്ത്. അപ്പൊ ഇനിയുള്ള അടുത്ത നറുക്കെടുപ്പാണ് ഈ 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ ബെഡ്ഷീറ്റിന് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങുക. ഒരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ 1 കൂപ്പണാണ് കിട്ടുന്നത്. 2 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ 3 കൂപ്പണാണ് കിട്ടുന്നത്. 3 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ 6 കൂപ്പണാണ് കൊടുക്കുന്നത്. അപ്പൊ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പിന്നെ ബെഡ്ഷീറ്റ് ആവശ്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ തന്നെ കൊടുക്കാം. ആദ്യഘട്ട നറുക്കെടുപ്പിൽ വിന്നേഴ്സായ ആൾക്കാർക്കില്ലേ ഡയമണ്ട് റിംഗ് കൂടി നമ്മൾ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യാറ്. ഇപ്പൊ നമ്മളെ നറുക്കെടുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അതായത് 1699 രൂപന്റെ ബെഡ്ഷീറ്റിന്റെ കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് കൂപ്പൺ ആണിത്. അപ്പൊ ഈ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റ് പോകുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വെറും 10,000 ബെഡ്ഷീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബമ്പർ സമ്മാനമായിട്ടുള്ള 30 സ്വർണ്ണം, ഷിഫ്റ്റ് കാറൊക്കെ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള നിലവിലുള്ള കൂപ്പൺസ് ആണ്. എല്ലാ കൂപ്പൺസും നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. നമ്മൾ നറുക്കെടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നറുക്കിൽ കിട്ടിയ ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ 5 പേര് ഇതിപ്പോൾ ഒരു ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം. അതേ സമയത്ത് തന്നെയാണ് ഷെഫി ഉണ്ട് ഇതേപോലത്തുള്ള കൂപ്പൺ സെറ്റ് പോയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സൈഡിൽ കൂടെ ഒരു കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അത് കണ്ട് വിശ്വസിച്ച് കൂപ്പൺ എടുക്കുകയും അതിനെ ഒരുപാട് ലക്ഷങ്ങളൊക്കെ തട്ടിച്ചെടുത്തുകൊണ്ട് പോയൊരു കേസ് ഇപ്പോൾ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരും ഇപ്പോൾ ഇതേപോലത്തുള്ളൊരു ഇതുമായിട്ട് പരിപാടിയായിട്ട് വന്നിരിക്കുന്ന. അവരുടെ ഇരിക്കുന്ന ബെഡുണ്ടെങ്കിൽ ഒരു 10,000 ബെഡൊക്കെ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ ഉടനെ അവർക്ക് ഈ 30 കിലോ സ്വർണ്ണം, അതോടെ തന്നെ കാറ്, ബൈക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു സീസണാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഞാനായ പോലും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇതേപോലത്തുള്ളൊരു ഓഫറുണ്ട് അല്ലെങ്കിൽ കൂപ്പൺ എടുത്ത് ഇതേപോലത്തുള്ളൊരു കാര്യം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അവർ പറ്റിക്കാൻ പോകുന്നതെന്നുള്ള കാര്യമൊന്നും. അവരെ വിശ്വസിച്ചായിരിക്കും നമ്മൾ ഇതേപോലത്തുള്ള കൂപ്പൺസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവസാനം ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും പണം കിട്ടുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. നമ്മളെന്തെങ്കിലും പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ കേസിൽ അങ്ങനെയാണ്. അവർക്ക് വേണ്ടവരെ മാത്രമാണ് കൂപ്പൺ സെലക്ട് ചെയ്ത് എടുക്കുക, അതിൽ നിന്ന് കാശുണ്ടാക്കുന്നത്. അതേ രീതിയിൽ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാവങ്ങളാണ് അവരെ വിശ്വസിച്ച് പൈസ ഇറക്കിയവർക്ക് അബദ്ധം പറ്റുന്നതായിരിക്കും. സോ ഇവരങ്ങനെ ചെയ്യത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ചിലർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധം. അതല്ലാതെ തന്നെ വിശ്വസിച്ച് ഒരുപാട് പേരുണ്ടെങ്കിൽ പൈസ ഇറക്കുന്നുണ്ട്. അവരുടെ പൈസ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊമോട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമെന്നുള്ള കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർ ചിന്തിക്കാറേ ഇല്ല. മെയിനായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടണം അങ്ങനത്തെ ഉള്ളൊരു കാര്യം മാത്രമേ നോക്കാറുള്ളൂ. ഇത് വിശ്വസിച്ച പാവങ്ങൾ ഒരുപാട് പേര് കാണും. അവരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളിലൊക്കെ പൈസ ഇടുകയും അവർക്ക് ലാഭമൊന്നും കിട്ടാതെ അവരുടെ ഇരിക്കുന്ന പൈസ മൊത്തത്തിൽ പോവുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തേക്ക് ഈ കൂപ്പൺ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പേര് ലോട്ടറി അല്ലെങ്കിൽ കൂപ്പണിലൊക്കെ കാണുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഇതേണൊക്കെ എടുത്തിട്ട് ഇത് വർക്കാവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെയൊക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഇങ്ങനത്തെ കള്ളന്മാരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്രയും പൈസ തരാം ഇങ്ങനത്തെ ഒരു ആഡ് ചെയ്ത് തരണമെന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ സമയത്തുണ്ടെങ്കിൽ പൈസയുടെ കാര്യം മാത്രമേ ആലോചിക്കത്തുള്ളൂ. അതല്ലാതെ അതിനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ അവർ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഇവരിപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് തങ്ങളെ നിന്ന് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്ന അതിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലക്കി ഡ്രോ വഴി ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായിരുന്നാലും അവർക്ക് ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് വിശ്വസിച്ച് ഒരുപാട് പേര് തീർച്ചയായിട്ടും വാങ്ങും, ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. കാരണം അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. അവർ വാങ്ങിച്ചും തീർച്ചയായിട്ടും ഇതേ കണക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും ഇതേ കണക്ക് പൈസ നഷ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭയങ്കര മോശമുള്ള കാര്യം. എന്തായാലും അങ്ങനെ നടക്കത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ളവരിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. എന്തായാലും ശരി, ഇതിപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇതിനെപ്പറ്റി വേറെ ന്യൂസൊന്നും ഇല്ല. ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. ഇനി തട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ സാധിക്കും. അതല്ലാതെ കറക്റ്റായിട്ട് തന്നെ ആൾക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ പറ്റിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല.
ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.